അസ്സലാമു അലൈക്കും. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെ മറികടക്കാനും മനപ്രയാസങ്ങളെ മറികടക്കാനും തൻ്റെ സ്വഹാബിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതാൻ പറഞ്ഞു കൊടുത്ത ഒരു സൂറത്താണിത്. ഈ ചെറിയ സൂറത്ത് നമ്മൾ ദിവസവും ഓതുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം ഈ സൂറത്ത് കൊണ്ട് നടന്നു കിട്ടും. ഓരോരുത്തർക്കും ഓരോ സങ്കടങ്ങളും വിഷമങ്ങളുമാണ്. മനസ്സിന് ഒരു സമാധാനം നൽകാൻ, നമ്മുടെ പ്രയാസങ്ങളെ നീങ്ങാൻ ഈ സൂറത്തിനെ ഓതിയാൽ മതി. ഈ സൂറത്ത് ഓതുന്നവനെ ഒരാൾക്കും ഉപദ്രവിക്കാൻ കഴിയില്ല. നമ്മുടെ എല്ലാ രോഗങ്ങളും മാറും. ശൈത്താന്റെ ശർറിൽ നിന്നും രക്ഷപ്പെടും. എല്ലാവിധ സിഹറിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടും മാറിക്കിട്ടും. ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ എത്രമാത്രം അത്ഭുതമുള്ള സൂറത്താണിതെന്ന്? ഇനി ഏതാണ് ഈ ചെറിയ സൂറത്ത് എന്നറിയണ്ടേ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്തുൽ ളുഹ. ഈ സൂറത്ത് ഓതേണ്ട രീതി ഞാൻ പറഞ്ഞു തരാം. ഈ സൂറത്ത് ഓതേണ്ടത് 2 രീതികളുണ്ട്. ഒന്നാമത്തേത് 7 ദിവസം മുടങ്ങാതെ ഇനി ഞാൻ പറയാൻ പോകുന്ന രീതിയിൽ ഓതിയാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നമ്മുടെ എത്ര വലിയ ആഗ്രഹവും നടന്നു കിട്ടും. ളുഹ നിസ്കാരം കഴിഞ്ഞ് 7 പ്രാവശ്യം സൂറത്തുൽ ളുഹ ഓതിയ ശേഷം നമ്മുടെ ആഗ്രഹം പറഞ്ഞ് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഇതുപോലെ 7 ദിവസം മുടങ്ങാതെ ഓതിയാൽ അല്ലാഹു ഉറപ്പായിട്ടും നമ്മുടെ എത്ര വലിയ ആഗ്രഹവും നടത്തിത്തരും. അല്ലെങ്കിൽ ഇങ്ങനെ ഓതിയാൽ നമ്മുടെ എത്ര വലിയ കടവും വീടും. ഹൈറായ വഴിയിൽ നിന്ന് സമ്പത്ത് കിട്ടും. അതുപോലെ മോശപ്പെട്ട സ്വഭാവം മാറും. വീട്ടിലുള്ളവർക്ക് ഉത്തരവാദിത്തമില്ലെങ്കിൽ ഉത്തരവാദിത്തമുണ്ടാകും. നമുക്കുള്ള പണത്തിൽ ബർക്കത്തുണ്ടാകും. നമുക്ക് ജോലി ലഭിക്കും. എല്ലാ കുടുംബ പ്രശ്നങ്ങളും മാറും. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് ആരോടും ഒന്നും സംസാരിക്കാതെ 11 വട്ടം ളുഹ സൂറത്ത് ഓതിയ ശേഷം അല്ലാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തീർച്ചയായും നമ്മുടെ വിളി കേൾക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീർ തുടച്ചു കൊടുത്ത സൂറത്താണിത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ എത്രമാത്രം പവർഫുള്ളാണ് ഈ സൂറത്തെന്ന്? എല്ലാവരും ഈ സൂറത്ത് പതിവാക്കാൻ നോക്കണേ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതി വിഷമിച്ച് നടക്കുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ. ആ നടക്കില്ലെന്ന് വിചാരിച്ച കാര്യം നിയത്താക്കി ഇപ്പോൾ തന്നെ ഓതി നോക്കിക്കോ. ഇൻഷാ അല്ലാഹ് ആ കാര്യം വിജയിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ പ്രയത്നിക്കണം, അല്ലേ? നമ്മൾ വെറുതെ ഇരുന്ന് മനസ്സ് വിഷമിച്ചിട്ട് അയ്യോ എൻ്റെ കാര്യമൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അസുഖങ്ങൾ ക്ഷണിച്ചു വരുന്നതല്ലാതെ എന്ത് പ്രയോജനം? ആ സമയം കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് കൂടുതൽ അടുത്തുകൊണ്ട് ഈ സൂറത്ത് ഓതി നോക്കൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളുമായിക്കോട്ടെ അതിനെയെല്ലാം നീക്കി ആശ്വാസം നൽകാനും എളുപ്പമാകാനും ഈ സൂറത്തിന് പവറുണ്ട്. അല്ലാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ നമ്മളോ? നമുക്ക് സമയമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സൂറത്ത് ഓതി നോക്കൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ അല്ലാഹു നടത്തിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.